ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിഴി പൊറോട്ടയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മട്ടൻ വെച്ചിട്ടാണ് നമ്മളിന്ന് കിഴി പൊറോട്ട തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇനി മട്ടൻ ഒന്ന് വേവിക്കാനായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മട്ടൻ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ മൂടി വെച്ച് വേവിക്കാം. പ്രഷർ ഒന്ന് പോയ ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്നു വെക്കാം. മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് അടുത്തതായിട്ട് വേറൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പൊ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ആദ്യം ചെറിയുള്ളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇപ്പം എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു പൊടിക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഞാനിവിടെ നീളത്തിലാണ് കേട്ടോ തക്കാളി അരിഞ്ഞെടുത്തത്. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലി ഇലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടന്റെ ഗ്രേവിയും നമുക്ക് കിഴി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് കേട്ടോ. ഒരു സെമി ഗ്രേവി ടൈപ്പ് കറിയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കിഴി പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വാട്ടി ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഒരു പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊറോട്ടയുടെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മട്ടന്റെ കറി ഒഴിച്ചു കൊടുക്കാം. കറി ഞാൻ പൊറോട്ടയുടെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മേലേക്കായിട്ട് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു ലെയർ പൊറോട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് 3ാമത്തെ ലെയർ പൊറോട്ടയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കും നമുക്ക് മട്ടൻ കറി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വാഴയില കിഴി പോലെ ഒന്നാക്കി എടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തട്ടിട്ട് കൊടുത്ത് അതിലേക്ക് നമ്മളുടെ ഈ കിഴി ഇറക്കി വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പം നമ്മൾ നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് മാറ്റി നമ്മുടെ കിഴി പൊറോട്ട ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. അങ്ങനെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്.
കിഴി പൊറോട്ട നമുക്ക് ചിക്കൻ വെച്ചും ബീഫ് വെച്ചും മട്ടൻ വെച്ചും എല്ലാം തയ്യാറാക്കാട്ടോ. എനിക്ക് പേഴ്സണലി ബീഫ് കിഴി പൊറോട്ടയാണ് ഇഷ്ടം. മറ്റൊരു വീഡിയോയിൽ ഞാൻ അത് ഉണ്ടാക്കി കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.